ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഇന്ന് പാകിസ്ഥാന്റെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഒന്ന് ഉപപ്രധാനമന്ത്രിയും മറ്റൊന്ന് പ്രതിരോധ മന്ത്രിയും, അവരുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. പാകിസ്ഥാൻ ഭീകരർക്ക് നേരത്തെ ചെല്ലും ചെലവും കൊടുത്തിരുന്നു, അത് അമേരിക്കയുടെ കൂടി പിന്തുണയോട് കൂടിയാണ്, അതൊരു തെറ്റാണ് എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുകയാണ്. ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാം ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമാണ്. പാകിസ്ഥാൻ തന്നെ തെളിവ് ചോദിക്കുന്നു, പാകിസ്ഥാൻ തന്നെ ഭീകരതയെ ഊട്ടി വളർത്തുന്നു എന്ന കാര്യം പറയുന്നു. ഇതോടൊപ്പമാണല്ലോ രാജ്യത്തിനകത്തും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒന്നാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചത് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അതേ കാര്യങ്ങൾക്ക് വെള്ള പൂശുന്ന രീതിയിലുള്ളതായി പോയില്ലേ? നിശ്ചയമായും മഞ്ജുഷ്, നമ്മൾ ഈ ആക്രമണം നടന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആരാണ് എന്നുള്ളത് നോക്കിയാൽ മതി. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ലഷ്കർ ഇ തൈബയുമായി ബന്ധമുള്ള ഒരു സംഘടനയാണ് ആദ്യമേ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന, ഒരു നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടന, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷവും നമ്മുടെ നാട്ടിലടക്കം ആൾക്കാർ വീണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇത് കേന്ദ്ര സർക്കാർ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് എന്ന രീതിയിലത്തേക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു നാഥനില്ലാത്ത കേസല്ല. അത് കേരളത്തിനകത്തിരുന്ന് സംസാരിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവല്ലോ അല്ലേ? നിശ്ചയമായും നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകരടക്കം ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ സംശയം ബീഹാർ തെരഞ്ഞെടുപ്പ് ആണ്. തന്നെയുമല്ല, അവരൊരു പാരലൽ അതിലേക്ക് ഡ്രോ ചെയ്യുന്നുണ്ട്. ഏതൊരു വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുത്തുകൊണ്ട്, സിവിലിയൻസിലെ ആയിക്കോട്ടെ പട്ടാളക്കാരെ ആയിക്കോട്ടെ, അങ്ങനെ കുരുതി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള താല്പര്യം മാത്രമാണുള്ളത് എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷെ പാകിസ്ഥാനിലേക്ക് അവർ നോക്കുക. പാകിസ്ഥാന്റെ സെനറ്റ് ഉണ്ട്, പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉപരിസഭയാണ് സെനറ്റ്. ആ സെനറ്റ് സംയുക്തമായിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം ഭാരതവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ തീവ്രവാദത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധതയോട് അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിനെ വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നത് കാശ്മീരി ജനതയുടെ വളരെ ന്യായമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം അവിടെ നടക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള അചഞ്ചലമായിട്ടുള്ള പിന്തുണ, അത് രാഷ്ട്രീയ പിന്തുണയെങ്കിൽ അങ്ങനെ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പിന്തുണയെങ്കിൽ അങ്ങനെ, അത് ധാർമ്മികമായിട്ടുള്ള പിന്തുണയാണെങ്കിൽ അങ്ങനെ, അത് നൽകാനായിട്ട് പാകിസ്ഥാൻ എല്ലാ കാലവും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെററിസ്റ്റ് നേഷന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒപ്പിട്ട് അവരുടെ പാർലമെന്റ് ഉപരിസഭ ഒരു പ്രമേയം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചുരുങ്ങിയത് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ ട്രാക്കിലാണെന്നെങ്കിലും പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന പാഷാണത്തിൽ കൃമികളാണ് ഇവിടെ ഉള്ളത്. അത് സുരക്ഷാ വീഴ്ചയിലാണ് തുടങ്ങുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, അതേക്കുറിച്ചുള്ള അന്വേഷണവും വേണ്ടതാണ്. പക്ഷേ സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപത്തിൽ തുടങ്ങി അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് വന്ന് ഒടുവിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്തിനകത്ത് തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരാക്രമണമാണോ എന്ന രീതിയിലേക്ക് വിമർശനം മാറുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാൻ പോലും സമ്മതിക്കുകയാണ് ഭീകരതയെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം. ആ സമയത്താണ് രാജ്യത്തിനകത്തിരുന്നുകൊണ്ട് ഈ വിധം വർത്തമാനം പറയുന്നത്. ഈ പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പാകിസ്ഥാനിലെ തന്നെ അധികാരത്തിലുള്ള ആൾക്കാരുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെ അവർക്ക് വേണ്ടുന്ന ചേടിവേല ചെയ്യുന്ന ആൾക്കാർ ഇതേവരെ അത് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കൈ നമ്മുടെ സർക്കാരിനുണ്ട് എന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് പ്രതികാരമൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ എവിടെയാണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ നിരവധിയാണ്. അത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇത് തന്നെ ഇനിയും പുലമ്പിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം ഇവരുടെ എല്ലാം കള്ളി വെളിച്ചത്താകും, ഇവരുടെ എല്ലാം യഥാർത്ഥ മുഖം എന്താണ് എന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാകാനത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സംഘടനകളാണെങ്കിലും അങ്ങനെയുള്ള TV ചാനലുകളാണെങ്കിലും നിരോധിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ ചെയ്യുന്ന ഈ പണി കൃത്യമായിട്ട് സെൽഫ് എക്സ്പോസ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് വരികയുള്ളൂ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷ്ക് ദാർ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഞങ്ങൾക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് എങ്കിൽ അതിന് തെളിവുണ്ടാകണം. ഇന്ത്യ അനാവശ്യമായിട്ട് ഞങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തുകയാണ്.
ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള റെസിപ്രോക്കൽ നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മഞ്ജുഷ് ആദ്യം പറഞ്ഞത്. അതായത് ജമ്മു കാശ്മീരിലേക്ക് വന്ന് ഈ പഹൽഗാമിലെ ഡിസ്ട്രിക്റ്റിൽ അവിടെ വന്നിട്ട് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ആൾക്കാർ അവരൊരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് പാകിസ്ഥാന്റെ ഈ പഹൽഗാം ആക്രമണത്തിലുള്ള അവരുടെ ഡയറക്റ്റ് അഡ്മിഷന് തുല്യമാണത്. കാരണം ആർക്കാണ് കാശ്മീരിൽ സ്വാതന്ത്ര്യം വേണ്ടത്? കാശ്മീർ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ രണ്ടേ രണ്ട് എൻറ്റിറ്റികളേ ഉള്ളൂ. അതിലൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ താല്പര്യത്തിന് ചേരുന്ന രീതിയിൽ അവരുടെ താല്പര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ജിഹാദി തീവ്രവാദികൾ അവിടെ എത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ട് അതിനെ അവർ പറയുകയാണ്. കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ ഇവരല്ലാതെ മറ്റാരും തന്നെ കാശ്മീർ സ്വതന്ത്രമാണെന്ന് ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികൾ മാത്രമേ ഇത് ആഗ്രഹിക്കുന്നുള്ളൂ. തന്നെയുമല്ല, അവിടെ നടന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മതം ചോദിച്ചുകൊണ്ടുള്ള, കലിമ ചൊല്ലു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതിന് സാധിക്കാതെ വരുന്ന ആൾക്കാരെ നിർദ്ദയം തോക്കിന് ഇരയാക്കുന്ന രീതിയിലത്തേക്കുള്ള ജിഹാദി ആക്രമണമാണ്. അപ്പോൾ അങ്ങനെ കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പാകിസ്ഥാന്റെ താല്പര്യമാണ് നടത്താനായിട്ട് പോകുന്നത്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാകും, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻട്രസ്റ്റിന് വരുന്നവരുണ്ടാകും. ഇത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നുള്ള വളരെ ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു റീസണിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നും പറയുന്നത്. അങ്ങനെ തീവ്രവാദത്തിന് വെള്ള പൂശാനായിട്ട് സാധിക്കുന്ന ലോകരാജ്യങ്ങൾ എത്രയുണ്ട്? എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇത്ര ഓപ്പണായിട്ട് തീവ്രവാദത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നതിനും തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നതിനും മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഈ ചേടിവേല ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്ന വേറെ ഏത് രാജ്യം ഉണ്ടാകും? അപ്പോൾ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമല്ല എന്നും അത് വളരെ സോവറിനായിട്ടുള്ള, അതിന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി മാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന വളരെ ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ള അവരുടെ ആ പ്രഖ്യാപനത്തിനെയാണ് ഇപ്പോൾ അവരുടെ മന്ത്രി തന്നെ ഖ്വാജ ആസിഫ് തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, പക്ഷേ പാകിസ്ഥാൻ പോലും ഇങ്ങനെ പറയുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുകയാണ്. ബഷീർ എന്നുള്ളയാൾ, ബഷീർ വെള്ളിക്കോത്ത് അല്ലേ, അങ്ങനെ ഒരാൾക്കെതിരെ കേസെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹവും പറഞ്ഞിരുന്നത് ഈ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്, രാജ്യത്തിന് അകത്ത് തന്നെയുള്ള ഒരു ഗൂഢാലോചനയാണോ എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ പോലും ഞങ്ങൾ ഭീകരതയെ പാലൂട്ടി വളർത്തുന്നുവെന്ന് സമ്മതിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ നിന്നും രാജ്യത്തിനുള്ളിൽ നിന്നുമൊക്കെ വരുന്നത്. അത് മഞ്ജുഷ്, 1947 ട്രെയിൻ മിസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അന്ന് മതത്തിന്റെ പേരിൽ ഇത് രണ്ട് രാജ്യമായി പോകുന്ന സമയത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകാനായിട്ട് ട്രെയിനുകൾ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ മിസ്സായി പോയ കുറേയധികം ആൾക്കാർ, അവരുടെ ഹൃദയത്തിലും ആത്മാവിലും എല്ലാം തന്നെ പാകിസ്ഥാന്റെ പതാക പേറുന്ന കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ മാത്രം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ദേശവിരുദ്ധത ഇതേപോലെ പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ല.